ഞാൻ അബ്ബാസ്. കണ്ണൂരാണ് താമസം. കണ്ണൂർ ജില്ലയിൽ പല സ്ഥലത്തായിട്ട് റൂഫിംഗ് മെറ്റീരിയൽ വിപണനം നടത്തുന്ന ഒരാളാണ്. 20 വർഷമായി ഞാൻ ഈ മേഖലയിൽ വളരെ സജീവമായി വർക്ക് ചെയ്യുന്നു. എൻ്റെ സ്ഥാപനമായ പഴയങ്ങാടിയിലുള്ള TCH ട്രേഡ് സെൻറ്റർ എന്ന സ്ഥാപനത്തിൽ ഈ ഹിലർ മസ്ജിദ് പുതിയങ്ങാടി എന്ന കമ്മിറ്റി ഭാരവാഹികൾ ഷീറ്റിൻ്റെ ആവശ്യത്തിലേക്കായി ഞങ്ങളെ സമീപിക്കുകയും ഞങ്ങൾ പല ഷീറ്റുകൾ അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഓരോ ഷീറ്റിൻ്റെ ഗുണങ്ങളും പോരായ്മകളും അവരെ പറഞ്ഞു മനസ്സിലാക്കി. അവരുടെ ആവശ്യം പ്രധാനമായും വളരെ ഡ്യൂറബിലിറ്റി ഉള്ളതും സൗണ്ട് കുറഞ്ഞതും എന്നാൽ പ്രകൃതിയായി സസ്റ്റെയിൻ ചെയ്യുന്നതും പ്രോഡക്റ്റ് ആയിരിക്കണമെന്ന് വളരെ നിർബന്ധിതമായിരുന്നു. ധാരാളം ആൾക്കാർ പ്രാർത്ഥനയ്ക്ക് വരുന്നത് കൊണ്ട് അവരെ പ്രാർത്ഥനയിലോ മറ്റുള്ള വിഷയങ്ങളിലോ ഒന്നും ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ ഈസി ഇൻസ്റ്റാളേഷൻ വേണമെന്നുള്ളതാണ് അവരാവശ്യം. അങ്ങനെ ഞാൻ പല ഷീറ്റുകൾ ഇവരെ ഇൻട്രൊഡ്യൂസ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ അവസാനമായി ഒറാലിയത്തിലേക്ക് കണ്ടെത്തി. കൂടാതെ തീരദേശമായതുകൊണ്ട് തുരുമ്പിനെ സസ്റ്റെയിൻ ചെയ്യാനുള്ള കഴിവ് ഈ ഷീറ്റിൽ കൂടുതലാണ്. അലൂമിനിയം ഷീറ്റ് ചൂസ് ചെയ്യാനുള്ള പ്രധാനമായ കാരണം മറ്റ് ലോഹങ്ങളിൽ നിന്ന് വിഭിന്നമായി ഇത് ചൂടിനെ റിഫ്ലക്റ്റ് ചെയ്യാനുള്ള കഴിവ് കൂടുതലാണ്. ആയതിനാൽ ഇത് 4 മുതൽ 5 വരെ ഡിഗ്രി സെൽഷ്യസ് ചൂട് കുറക്കാൻ അലൂമിനിയം നമ്മളെ സഹായിക്കുന്നു. അലൂമിനിയത്തിൻ്റെ ഡ്യൂറബിലിറ്റിക്കുള്ള പ്രധാന കാരണം കമ്പാരിറ്റീവ്ലി മറ്റുള്ള മെറ്റീരിയലിൽ നിന്ന് ഇത് തുരുമ്പ് പിടിക്കില്ല. അതാണ് ഇതിൻ്റെ പ്രധാനമായ ഡ്യൂറബിലിറ്റിക്കുള്ള റീസൺ. അലൂമിനിയം ലോഹത്തിന് ഇന്ന് പ്രൈസ് വാല്യൂ കൂടിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഇതിൻ്റെ സ്ക്രാപ്പ് വാല്യൂ മറ്റുള്ള ലോഹത്തിൽ നിന്ന് കൂടുതലാണ്. ആയതിനാൽ ഇതിൽ ഏതെങ്കിലും ചേഞ്ച് വരുത്തുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒരു നല്ല തുക ഒരു സ്ക്രാപ്പ് വാല്യൂ ആയി തന്നെ നമുക്ക് റിട്ടേൺ കിട്ടും. അലൂമിനിയം ഷീറ്റ് എളുപ്പത്തിൽ മോൾഡ് ചെയ്യാനും ഹാൻഡിൽ ചെയ്യാനും കഴിയുന്നത് കൊണ്ട് വളരെ ചെറിയ സമയത്തിൻ്റെ ഉള്ളിൽ തന്നെ ഇൻസ്റ്റാൾ ചെയ്ത് പൂർത്തിയാക്കാൻ കഴിയും. ഇത് 100% നമുക്ക് റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. ആയതിനാൽ ഇത് നമുക്ക് പ്രകൃതിക്ക് ഒരു ദോഷവും വരുന്നില്ല എന്ന് മാത്രമല്ല ഇതിനെ ഒരു ഗ്രീൻ മെറ്റൽ എന്ന് നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാം.